ഹലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗൗണ് കട്ട് ചെയ്യാൻ നോക്കി നോക്കാം കേട്ടോ. ഇത് വലിയൊരു ക്ലോത്താണ്. ഇതിന്ന് ചെറിയ ഒരു കഷ്ണം ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഒരു അളവിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ആദ്യം യോക്ക് ലെങ്ത്ത് നോക്കാം, കറക്റ്റ് ഉണ്ടോയെന്ന്. സെൻറ്റർ ഇടൽപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഫോൾഡാക്കിയിട്ട് വീണ്ടും താഴോട്ട് മടക്കി കൊടുക്കാം. ഇത് ഫ്രണ്ടും ബാക്കും യോക്കാണ് കേട്ടോ. ഇനി അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം. ഫസ്റ്റ് കഴുത്തിൻ്റെ വീതിയുടെ പകുതി, അത് കഴിഞ്ഞാൽ ഷോൾഡർ വിടുത്ത് 1/4 ഷോൾഡറാണ്. 1/2 ഇഞ്ച് സീം അലവൻസ് കേട്ടോ. അവിടുന്ന് താഴോട്ട് ആം ഹോൾ, അത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് വിടുത്ത് അടയാളപ്പെടുത്താം. എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം പ്ലസ് 2 ഇഞ്ച് കേട്ടോ. ഓക്കെ, ഇനി 1 ഇഞ്ച് നമുക്ക് കൈക്കുഴി ആം ഹോള് ഷേപ്പാക്കി കൊടുക്കാം. ഇനി താഴെ ഭാഗം യോക്ക് വിടുത്ത്, നമ്മുടെ വേസ്റ്റ് എത്രയാണോ, എത്ര ലെങ്ത്ത് വേണോ അത്രയും അളവാണ് കേട്ടോ യോക്ക് വിടുത്ത് വരിക. അങ്ങോട്ട് ഷേപ്പാക്കി കൊടുക്കാം. അളവൊന്നും ഇല്ലെങ്കിൽ ബ്രസ്റ്റ് വിടുത്തിനേക്കാളും 1 ഇഞ്ച് കുറവെടുത്ത് നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ലെങ്ത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമുക്ക് നോക്കാം. 1 ഇഞ്ചാണ് താഴോട്ട് സീം അലവൻസ് വരിക കേട്ടോ. ഓക്കെ, 1.5 ഇഞ്ച് ഇടണം, കാരണം മേലെ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ മടക്കിയടിക്കാനും. ഇത് യോക്ക് ഭാഗം ആയതുകൊണ്ട് 1 ഇഞ്ച് മതി. സ്കേർട്ടിൻ്റെ മേലെ 1.5 ഇഞ്ചാണ് നമ്മൾ യോജിപ്പിക്കുക കേട്ടോ. ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മേലോട്ട് കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ യോക്ക്. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, കട്ട് മാർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്രയാണോ നമ്മുടെ അളവ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ തന്നെയാണ് എല്ലാം കട്ട് ചെയ്യുക കേട്ടോ. ഇനി ലൈനിങ് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ക്യാൻവാസ് ഒന്നും വെക്കാതെ ഇങ്ങനെ ഇടാം. ലൈനിങ്ങും ക്ലോത്തും കൂടി ഒരുമിച്ച് മടക്കിയിട്ടിട്ട് കഴുത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അടയാളപ്പെടുത്താം കേട്ടോ. വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/2 ഇഞ്ച് കുറവാണ് അടയാളപ്പെടുത്തുക. 3.5 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് 1/2 ഇഞ്ച് കൂടുതലാവും. അപ്പോൾ 7 ഇഞ്ചാണ് കഴുത്തകലെങ്കിൽ അതിൻ്റെ പകുതിയുടെ 1/2 ഇഞ്ച് കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ലെങ്ത്ത് കറക്റ്റ് മതി. വിഡ്ത്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇങ്ങനെ 1/2 ഇഞ്ച് വരച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, ഇത് ലൈനിങ് ആണ് മേലെ വെച്ചിരിക്കുന്നത്. താഴെ നല്ല ക്ലോത്തും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ കട്ട് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് മേലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. കഴുത്ത് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. സ്ലീവ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ സ്ലീവ് അടിച്ച് മറിക്കുകയാണെങ്കിൽ സ്ലീവും നമുക്ക് ശരിയായി കിട്ടും കേട്ടോ. സ്ലീവ്ലെസ് ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉടുപ്പിന് അങ്ങനെ മതി. ഇനി അതിൻ്റെ സ്കേർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ മേലിൽ നിന്നാണ് അളവ് എടുത്തതെങ്കിൽ 4/1 ഭാഗം പ്ലസ് 1.5 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്താം. പിന്നെ സ്കേർട്ടിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്താം. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്താം. അങ്ങനെ തന്നെ ഈ ഭാഗത്തും അടയാളപ്പെടുത്താം കേട്ടോ. യോക്കിൻ്റെ താഴെ വെക്കുന്ന സ്കേർട്ടാണ്. നമുക്ക് അളവൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും കേട്ടോ. ഇനി ഇതിന് സെൻറ്റർ നേരെ താഴോട്ട് മടക്കി കൊടുക്കണം. ഇങ്ങനെ ഫോൾഡാക്കി മടക്കണം കേട്ടോ. അംബ്രല്ല സ്കേർട്ട് പോലെ തന്നെയാണ്. ഇനി ഈ സെൻറ്ററിൽ നിന്ന് കൈവച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടയാളപ്പെടുത്താം. അരവണ്ണത്തിൻ്റെ, അതായത് യോക്ക് വിഡ്ത്തിൻ്റെ 4/1 ഭാഗം പ്ലസ് എത്ര ഇഞ്ചാണ് വരിക, 1.5 ഇഞ്ചാണ് വരിക കേട്ടോ. ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം താഴോട്ട് നമുക്ക് ഇനി ലെയറിനുള്ള കട്ടിംഗ് ആണ്. 1 2 3 4 4 ലെയറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മുടെ സ്കേർട്ട് എത്രയാണോ അതിനെ 4 ആക്കി മാറ്റണം. ഓക്കെ,
40 ഇഞ്ചാണെങ്കിൽ 10 + 1 11 ഇഞ്ച് വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഓക്കെ, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ 3 ലെയറാണ് എടുക്കുന്നുള്ളൂ. 4 ലെയറേ ഒന്നും കൂടി ലെങ്ത്ത് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് എല്ലാ സ്കേർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, ലെയർ കട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ചാണ് സീം എലവൻസ് വരിക കേട്ടോ. ഓക്കെ, സിമ്പിളാണ്. കട്ടിങ് ശരിയായി ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഇതിന് വേണ്ടി ഇനി ലൈനിങ് കട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം ഓക്കെ ആണോന്ന്. ഓക്കെ, സെറ്റാണ്. ഇനി ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് വെച്ച് കൊടുക്കും. നമ്മളിപ്പോൾ 3 ലെയറാണ് ചെയ്യുന്നത് കേട്ടോ. 4 വരെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്ര ചെയ്യാം, വലിയവർക്ക് 3 ലെയർ തന്നെ അത്യാവശ്യം മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ലൈനിങ്ങുമ്മയാണ് നമ്മളിത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മടക്കിയതിന് ശേഷം താഴോട്ട് ബോട്ടം ഇത്തിരി വൈഡ് കിട്ടാനായിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മേലെ ഇങ്ങനെ കട്ടിങ് ലെങ്ത്തിൻ്റെ പീസ് എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് വരച്ചു തുടങ്ങാം. ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ താഴോട്ട്. ഓക്കെ, സ്കേർട്ട് ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുക. അതിന് ലൈനിങ്ങും കൂടെ നമ്മൾ ഇതിന്ന് 4 പീസായിട്ട് മടക്കിയത് കൊണ്ട് ലൈനിങ്ങും കൂടെ ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ മടക്കിയടിക്കാനായിട്ടുള്ളതും കൂടി നമ്മൾ ഇടണം. നമ്മളെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്ര തന്നെ ലൈനിങ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് നോക്കാം നമുക്ക് കറക്റ്റാണോ എന്ന്. നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമുക്ക് ഈ കട്ട് പീസുമ്മേ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലൈനിങ്ങുമ്മേ വെച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ താഴെ ഒന്ന് മടക്കിയടിക്കാനുണ്ട്, എന്നിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. 3 സ്റ്റെപ്പും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് യോക്ക് ഭാഗം വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.